1 യോഹന്നാൻ 2:25 ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ദൈവം നൽകിയിട്ടുള്ള നിരവധി വാഗ്ദത്തങ്ങൾ ബൈബിളിൽ ഉടനീളം കാണാം. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രത്യാശ വയ്ക്കാൻ വക നൽകുന്നവയാണ് ആ വാഗ്ദത്തങ്ങൾ ഓരോന്നും. ദൈവത്തിൽ നിന്ന് വീണുപോയിട്ട് പോലും മനുഷ്യനെ അവിടുന്ന് തള്ളിക്കളയാതെ രക്ഷയുടെ വാഗ്ദത്തം നൽകി. തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ആ വാഗ്ദത്തം തക്ക സമയത്ത് നിറവേറ്റി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സുനിശ്ചിതങ്ങളാണ്. അതിന് കാരണം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവിടുന്ന് ഒരു സാഹചര്യത്തിലും വാക്കുമാറുന്നില്ല. ദൈവം അരുളി ചെയ്യുന്നവയെല്ലാം ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ദൈവം അതെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഇല്ല എന്നാണെങ്കിൽ ആർക്കും അതിനെ മാറ്റാൻ കഴിയുകയുമില്ല. ദൈവം മനുഷ്യരോട് ചെയ്ത നിരവധി വാഗ്ദത്തങ്ങളിൽ ഏതാണ് ഏറ്റവും മഹത്തായതെന്ന് കണ്ടെത്താൻ കുറച്ച് പ്രയാസമുണ്ടാകും. എങ്കിലും മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്കായി നൽകിയ വാഗ്ദത്തങ്ങളാകും ഏറ്റവും വിലയേറിയവ എന്നതിൽ സംശയം വേണ്ട. തൻ്റെ പുത്രനെ വാഗ്ദത്തം ചെയ്തത് രക്ഷ, നീതീകരണം, പരിശുദ്ധാത്മാവ്, നിത്യത എന്ന് തുടങ്ങി ഈ നിരയിലുള്ളവ ഏറ്റവും വിലയേറിയവയും ഒന്ന് മറ്റൊന്നിനോട് ബന്ധമുള്ളവയുമാണ്. ഇവയുടെയെല്ലാം ആകത്തുകയാണ് യോഹന്നാൻ്റെ എഴുത്തുകളിലെ ഏറ്റവും പ്രധാന വിഷയം. അത് നിത്യജീവൻ എന്നതാണ്. തൻ്റെ സുവിശേഷത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം അത് നേരിട്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകാനായി എഴുതിയതാണ് എന്ന്. ദൈവം നമുക്ക് നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളിലൂടെയും അവിടുന്ന് നമ്മെ നയിക്കുന്നത് നിത്യജീവനിലേക്കാണ്. നാം നശിച്ചു പോകുന്നത് അവിടുന്ന് അല്പം പോലും ഇഷ്ടപ്പെടുന്നില്ല. പാപത്താൽ മരണം വാഴുന്ന നമ്മെ ജീവനിലേക്ക് മടക്കി വരുത്താൻ ആവശ്യമായ സകലതും അവിടുന്ന് നിവർത്തിച്ചു. ഇനിയും പിന്നോട്ട് പോകരുത്. നമുക്കായി സ്വന്തം പുത്രനെ നൽകുവാൻ വിധം സ്നേഹം വെളിപ്പെടുത്തിയ ദൈവപിതാവിൻ്റെ ആ രക്ഷയെ അംഗീകരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവിടുന്ന് ആവശ്യപ്പെടുന്നില്ല. അവിശ്വസിക്കാതെ വിശ്വസിച്ച് അംഗീകരിച്ചാൽ നിത്യജീവൻ എന്ന ഏറ്റവും വിലയേറിയ വാഗ്ദത്തം പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.